ഇതെടുക്കും. ഇത് പൊങ്കാലയ്ക്ക് പോകാനാണ്. അമ്പലത്തിൽ പൊങ്കാലയ്ക്കുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കി കൊണ്ടുപോവാം. ദോശ. അങ്ങനെ പൊങ്കാലയോട് കൂടിയാണ് നമ്മുടെ ഉത്സവം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ ദിവസം തന്നെ പൊങ്കാലയ്ക്ക് ഞങ്ങളെല്ലാവരും നോയമ്പെടുത്ത് കറക്റ്റായിട്ട് ആ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ പിന്നെ അമ്മച്ചി വീട്ടിൽ കിടന്ന് നല്ല പ്രശ്നങ്ങളുണ്ടാക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും കൃത്യമായിട്ട് നോയമ്പെടുത്ത് പിള്ളേരെ സ്കൂളിൽ കൊണ്ടാക്കേണ്ട ടൈമായിട്ട് പോലും ഞങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് ആ വഴിപാടുകളെല്ലാം നടത്തിയതിന് ശേഷം മാത്രമാണ് പിള്ളേരെ ആ ദിവസം സ്കൂളിലാക്കിയത്. ഞാനും മാളും അച്ഛനും എല്ലാവരും ഞങ്ങളെല്ലാവരും ഇതിൽ പങ്കെടുക്കണം. അതൊരു മസ്റ്റ് കാര്യമാണ്. വർഷത്തിൽ ഒരിക്കൽ ഞങ്ങൾ നോക്കിയിരുന്ന് വരുന്നതാണ്. ആനയൊക്കെ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും തോണിയും SNDPക്കാർ ഞങ്ങൾ ബലം പിടിച്ചിട്ടൊക്കെ ആനയൊക്കെ കൊണ്ടുവന്നു. അടുത്ത പ്രാവശ്യം ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഈ ഒരു ഉത്സവത്തിന് വേണ്ടിയാണ് എല്ലാ വർഷവും ഞാൻ നാട്ടിൽ വരുന്നത്. തോണി ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. നമ്മുടെ വീടിൻ്റെ വാതിക്കെ നമ്മുടെ കുറേ ചേട്ടന്മാർ കൂടി ആനമേളയൊക്കെ നടത്തിക്കൊണ്ട് തന്നെ കുറേ നേരം ആറാട്ടൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീടിൻ്റെ വാതിക്കെ നിൽക്കുകയും നല്ല അടിപൊളിയായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളെ വീടിൻ്റെ വാതിലൊക്കെ നമ്മൾ അലങ്കരിക്കുകയൊക്കെ ചെയ്തു. ഇത്തവണത്തെ ഉത്സവം നല്ല ഭംഗിയായിട്ട് തന്നെ ഞങ്ങൾ ആസ്വദിച്ച് ഗംഭീരമായിട്ട് പോയി. ഇനി അടുത്ത വർഷത്തേക്ക് ഞങ്ങളെല്ലാവരും കട്ട വെയിറ്റിങ്ങിലാണ്. അടുത്ത വർഷം ഇതിലും ഗംഭീരമാക്കണമെന്നാണ് ഞങ്ങളെല്ലാവരും കൂടെ വിചാരിച്ചിരിക്കുന്നത്. നടക്കുമോ എന്നൊന്നും അറിയത്തില്ല. ദൈവത്തിന് അതെല്ലാം ഒരു അവസരം തന്നാൽ അടുത്ത തവണയും നല്ല ഗംഭീരമായിട്ട് തന്നെ നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് അലങ്കരിക്കും.